നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പിൽ തങ്ങളുടെ അതിനിർണായകമായ മത്സരത്തിന് ബ്രസീൽ ഇന്ന് ഇറങ്ങുകയാണ്. ഇന്ന് രാത്രിയാണ് ഫിലാഡൽഫിയയിൽ മത്സരം. നമുക്ക് ഇന്ത്യൻ സമയം നാളെ രാവിലെ 6 മണിക്ക്. അതിപ്രധാനമായൊരു പോരാട്ടമാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം കളി ജയിക്കുക, ഇല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് ഒന്ന് അവതാളത്തിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു റിസ്ക് എടുക്കുക അത് സാധ്യമല്ല. അതുകൊണ്ട് ജയിച്ചേ പറ്റൂ. എതിരാളികളെ സംബന്ധിച്ചിടത്തോളം അവർ 85-ാം സ്ഥാനത്താണ് ഫിഫ റാങ്കിങ്ങിലുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമിൻ്റെയും ക്വാളിറ്റിയും മറ്റുമൊക്കെ വെച്ച് അജഗജാന്തരമുണ്ട്. ഇന്നലത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അവരുടെ കോച്ച് സെബാസ്റ്റ്യൻ മിഗ്നെ പറഞ്ഞതനുസരിച്ച് വിജയിക്കുക എന്നുള്ളൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, മറിച്ച് നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാണ് കോച്ച് പറയുന്നത്. സോ വിജയം അവരത്ര അങ്ങ് ഊന്നിക്കാണുന്നില്ല എന്നർത്ഥം. ഏതായാലും ഒരു പോരാട്ടം അവർ നടത്തുമെന്ന് തന്നെ കരുതണം. കാർലോ അഞ്ചലോട്ടി എതിർ ടീമിനെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞത് ഒരു മികച്ച ക്വാളിറ്റീസുള്ള ടീമാണ്, നല്ല ഫിസിക്കൽ ആട്രിബ്യൂട്ട്സൊക്കെ അവർക്കുണ്ട്, അതോടൊപ്പം തന്നെ അവർ വിജയിക്കാനായിട്ട് പോരാടുമെന്നും തനിക്കറിയാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചുരുക്കത്തിൽ അവരൊരു ഫൈറ്റ് കൊടുക്കും. അതിനപ്പുറത്തേക്ക് അവർ പോകുമോ എന്നുള്ളത് കണ്ടറിയണം. അവരുടെ ഒരു 11 നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ജോണി പ്ലാസിഡും ഒപ്പം ഡിഫൻസിൽ അവർക്ക് വേണ്ടി കാർലൻസ് ആൾക്കസ്, അതുപോലെ തന്നെ റൊമൈൻ ആരെ, പിന്നെ ഒപ്പം തന്നെ ഡെൽ ക്രോയ്ക്സ്, മാർട്ടിൻ എക്സ്പീരിയൻസ് എന്നിവരുണ്ടാവും. ഇരു പാർശ്വങ്ങളിലായിട്ട് ആൾക്കസും മാർട്ടിൻ എക്സ്പീരിയൻസും ഇരു പാർശ്വങ്ങളിലായിട്ടുണ്ടാവും. ഡെൽ ക്രോയ്സും ആരെയും അവരുടെ സെൻറ്റർ ബാക്കുമാരുടെ റോളിലുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ കളിയിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ഇവരും ബ്രസീലിൻ്റെ മുന്നേറ്റ നിരയും തമ്മിലായിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ മധ്യനിരയിലെ താരങ്ങൾ പുറകോട്ടിറങ്ങാൻ സാധ്യതയുണ്ട്. ജെഫ് ബെൽഗ്രേഡും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ജീൻ ജാക്കോസുമായിരിക്കും ഒരു ഡിഫൻസീവ് മിഡ് എന്ന രൂപത്തിൽ കളിക്കുന്നത്. അപ്പോൾ അവർ കൂടി ഇറങ്ങുമ്പോൾ ഒരു 6 പേരുടെ ഡിഫൻസ് എന്തായാലും ബ്രസീലിൻ്റെ മുന്നേറ്റ നിര പൊളിക്കേണ്ടി വരും. അത് മിനിമം 6 പേരാണ്. ബാക്കി ഉള്ള താരങ്ങൾ കൂടി ഒരു പക്ഷേ ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ പുറകോട്ടിറങ്ങാനുള്ള സാധ്യതയുണ്ട്. മധ്യനിരയുടെ ഇരു പാർശ്വങ്ങളിലായിട്ട് അവർക്ക് റൂബൻ പ്രൊവിഡൻസും അതുപോലെ തന്നെ ഡീഡ്സനും ഉണ്ടായിരിക്കും. സോ അവരെ സംബന്ധിച്ചിടത്തോളം അതത്ര എളുപ്പമുള്ള കാര്യമല്ല ബ്രസീൽ ഇത് പൊളിക്കുക എന്നുള്ളത്. ലൂയിസസ് ഡോൺ ഡീഡ്സനും അതുപോലെ തന്നെ റൂബൻ പ്രൊവിഡൻസും ഇരു പാർശ്വങ്ങളിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാക്സിമം പോയാൽ ഒരു 8 പേര് പുറകോട്ടിറങ്ങും. ബ്രസീലിൻ്റെ മുന്നേറ്റത്തിൽ ആരൊക്കെ ഉണ്ടാകുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ ഉണ്ടാവുക. കാരണം അത്ര എളുപ്പമായിരിക്കില്ല. ഇഗോർ തിയാഗോയെ പോലുള്ളൊരു മുന്നേറ്റ നിര താരത്തെ വെച്ചുകൊണ്ട് ഇത് പൊളിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അവിടെയാണ് മാത്യസ് കുഞ്ഞയുടെ പ്രാധാന്യം വരുന്നത്. അതാണ് കോച്ച് കുഞ്ഞയെ കളിപ്പിച്ചേക്കും എന്നുള്ള വിവരങ്ങൾ വരാനുള്ള കാരണവും. മുന്നേറ്റങ്ങൾ നയിക്കാൻ ഇവർക്ക് മോശമല്ലാത്ത താരങ്ങളുണ്ട്. ഒരാൾ വിൽഫ്രെഡ് ഇസിഡോറാണ്, മറ്റൊരാൾ ഫ്രാൻസി പിററ്റാണ്. പിററ്റൊക്കെ നല്ല രൂപത്തിൽ പ്രൊളിഫിക് ആയിട്ടുള്ള സ്കോററാണ്. പക്ഷേ ബ്രസീലിനെതിരെ അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് അവർ പോകുമോ, ആക്രമിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടിരണം. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഹെയ്ത്തിയുടെ ഒരു 11. ബ്രസീലിൻ്റെ ഒരു പ്രോബിൾ ലൈനപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അവർക്ക് വേണ്ടി ഗോൾ കീപ്പറായിട്ട് അലിസൺ ബെക്കർ, പിന്നെ ഡിഫൻസിൽ ഗബ്രിയൽ മെഗല്ലസും മാർക്കീഞ്ഞോസും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ഒരുമിച്ചിറങ്ങും. ഇരു പാർശ്വങ്ങളിലായിട്ട് ഡഗ്ലസ് സാൻഡോസും ഡാനിലോയും. സോ ഒരു മാറ്റം എന്ന് പറയുന്നത് ഡാനിലോയാണ്. ഇതിൽ ഈ ഇരു ഭാഗത്തുള്ള വിങ് ബാക്കുമാർ എത്രത്തോളം അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് കണ്ടറിയേണ്ടത്. അതുപോലെ കാസമിറോയും ബ്രൂണോ ഗുയിമാരസും മധ്യനിരയിൽ, കാസമിറോ അല്ലെങ്കിൽ ഫാബിജോ ഇറങ്ങാനുള്ള സാധ്യത ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുന്നേറ്റത്തിൽ റാഫീഞ്ഞ, വിനി ജൂനിയർ, ലൂക്കാസ് പക്വേറ്റ, ഗോളടിക്കാൻ മാത്യസ് കുഞ്ഞ. ഇനി അതല്ല, വലതു പാർശ്വത്തിൽ ലൂയിസ് എൻട്രിക്കെ ഇറക്കി മധ്യത്തിലേക്ക് റാഫിഞ്ഞയെ മാറ്റുമോ എന്നുള്ളതും കണ്ടറിയണം. ഏതായാലും നല്ല രൂപത്തിലുള്ള ഒരു പോരാട്ടം ഹെയ്ത്തി കൊടുത്താൽ ബ്രസീലിന് ആ പൂട്ട് പൊളിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്നുള്ളത് സുവ്യക്തമാണ്. എന്തായാലും ആഞ്ചലോട്ടിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഇപ്പോൾ മുന്നിലുള്ളൂ. അത് ഗോൾ വർഷം നടത്തി തൻ്റെ ടീമിനെ വിജയിപ്പിച്ച് കയറ്റുക എന്നുള്ളതാണ്. ബ്രസീലിന് അതിന് സാധിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.